അടുത്താണ് ഏറ്റവും എളുപ്പം കേട്ടാ. ഈ സെൽഷ്യസ് സ്കെയിലിനെ ഏതിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. അപ്പം കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ എത്ര 273 കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പം ഈ പറയുന്ന നമ്മളത് പറയുകയാണ് ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവനെ കെൽവിനിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ K = 100 + 273. ആൻസർ എത്ര? 373 കെൽവിൻ. ഇതാണ് ഉത്തരം. ഇനി നേരെ തിരിച്ചെന്ത് ചെയ്യും? കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ പറയും. കെൽവിനെ ഏതിലോട്ട് മാറ്റാൻ പറയും? ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം ഡിഗ്രി സെൽഷ്യസ് അല്ലേ ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് കിട്ടാൻ വേണ്ടി ആ കെനെ നമ്മൾ അവിടെ നിർത്തുന്നു, ഇവനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പം കെനെ അവിടെ നിർത്തി അവനെ ഇപ്പുറത്ത് കൊണ്ടുപോകും. K - 273 എന്നല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. കെൽവിനിൽ 500 കെൽവിൻ. ഓക്കെ, അളവ് എത്ര? 500 കെൽവിൻ. ഇവനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് = 500 - 273. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 227 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി PSC എന്താണ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സെൽഷ്യസ് സ്കെയിൽ ഉണ്ടല്ലോ, സെൽഷ്യസ് സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ്. ഈ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും ഈ ഫാരൻഹീറ്റ് സ്കെയിലിലും ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ താപനില കാണിക്കുന്നത് -40 കേട്ടോ. -40 രണ്ടും എന്താണ്? ഒരേ താപനില കാണിക്കും. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഉണ്ടല്ലോ, കെൽവിൻ സ്കെയിൽ, ഇത് രണ്ടിലും ഒരേ താപനില കാണിക്കുന്നത് 574.25 ആണ്. 574.25. അപ്പം ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും എന്താണ്? ഒരേ താപനില കാണിക്കുന്ന ഊഷ്മാവ് ചോദിച്ചാൽ എത്ര? -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ താപനില കാണിക്കുന്ന ഏതാണ്? അത് 574.25 ആണ്. എന്നാൽ ഡിഗ്രി സെൽഷ്യസിലും കെൽവിനിലും ഒരേ താപനില എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. ഇതും സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇനി നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടല്ലോ, ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ റേഞ്ച്, അതായത് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെയുള്ള താപനിലയാണ് സാധാരണ അളക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ അളക്കുന്നത്. എന്നാൽ ലബോറട്ടറിക്കൽ തെർമോമീറ്റർ ഉണ്ട് കേട്ടോ, ലബോറട്ടറിക്കൽ തെർമോമീറ്റർ. അപ്പം അതിലുപയോഗിക്കുന്ന ഈ പറയുന്ന താപനിലയുടെ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത്? ആ പറയുന്ന താപനില നമ്മൾ അളക്കുന്നത്. ഓക്കെ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഇതാണ്, അത് കെൽവിനാണ്. എന്ത്? താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്. കെൽവിൻ എന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ K ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ക്യാപിറ്റൽ K, സ്മോൾ k ഉപയോഗിക്കരുത് കേട്ടോ. കാരണം ഈ പറയുന്ന കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് വന്നത് ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ്. നമ്മൾ ലോർഡ് കെൽവിൻ, ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വില്യം തോംസൺ കെൽവിൻ എന്നാണ് കേട്ടോ, വില്യം തോംസൺ കെൽവിൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് എന്ത് വന്നത്? കെൽവിൻ എന്ന് പറയുന്ന താപനിലയുടെ യൂണിറ്റ് വന്നേക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത്? താപനിലയുടെ SI യൂണിറ്റായിട്ട് കെൽവിൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് കെൽവിൻ ക്യാപിറ്റൽ K കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതേ കെൽവിനെ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. കാരണം അതായത് കെൽവിൻ്റെ പേര് മുഴുവനായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് നമ്മൾ ഏതൊരു അടിസ്ഥാന അളവ്, അതായത് വിൽപ്പന അളവായാലും ഏതൊരളവായാലും ആ അളവിൻ്റെ പേര് പൂർണ്ണമായും എഴുതുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ 7 അടിസ്ഥാന യൂണിറ്റുകളാണ്. അതിലൊന്നാണ് ഏത്? താപനിലയുടെ അടിസ്ഥാന യൂണിറ്റായ കെൽവിൻ തന്നിട്ടുണ്ടേ. ഇനി മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന SI യൂണിറ്റാണ് എന്ത്? മോള് നമ്മൾ ഇംഗ്ലീഷിൽ MOL എന്നാണ് പ്രതീകം. എന്നാൽ മോള് എന്നത് ഇവിടെ പൂർണ്ണ രൂപമായ പേരാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ MOLE എന്ന് വേണം എഴുതാൻ കേട്ടോ. അതിൻ്റെ പ്രതീകമാണ് എന്ത്? MOL. ഇനി ക്യാൻഡില എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കേട്ടോ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് ഏത്? ക്യാൻഡില. CD എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമ്മൾ സ്മോൾ സിയും സ്മോൾ ഡിയും ഉപയോഗിച്ചാണ് എന്ത്? ക്യാൻഡില സൂചിപ്പിക്കുന്നത്. ആംബിയർ എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് കേട്ടോ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് എന്ത്?
ആംബിയർ. ക്യാപിറ്റൽ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് എന്ത് നമ്മൾ ആംബിയറെ സൂചിപ്പിക്കുന്നത്. അപ്പം 4 ഇനി ഇത് കൂടാതെയുള്ളത് നീളം SI യൂണിറ്റ്, മീറ്റർ, ഇതും ഒരു അടിസ്ഥാന യൂണിറ്റാണ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, ഇതും ഒരു അടിസ്ഥാന യൂണിറ്റാണ്. സമയം സെക്കൻഡ്, സ്മോൾ s, ഇതാണ് എന്ത് അടിസ്ഥാന യൂണിറ്റുകളായ 7. ഇനി നമ്മുടെ ഒരു പക്ഷേ പൂരക അളവുകൾ എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂരക അളവ് എത്ര എണ്ണം എന്ന് വെച്ചാൽ പൂരക അളവ് 2 എണ്ണമാണ് കേട്ടോ. ഒന്ന് റേഡിയൻ ഉണ്ട്, ഒന്ന് റേഡിയൻ RAD, ഓക്കെ. 2 സ്റ്റെറേഡിയൻ SR. ഇത് രണ്ടുമാണെന്ത് പൂരക അളവുകൾ. ഈ പറയുന്ന അടിസ്ഥാന അളവുകളെ പൂരക അളവുകളും തമ്മിൽ വേർതിരിക്കാൻ പ്രധാനപ്പെട്ട റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന അളവുകൾക്കെല്ലാം ഡൈമെൻഷണൽ ഫോർമുലയുണ്ട് കേട്ടോ. എന്തുണ്ട്? ഡൈമെൻഷണൽ ഫോർമുലയുണ്ട്. എന്നാൽ പൂരക അളവുകൾക്ക് എന്തില്ല? ഡൈമെൻഷണൽ ഫോർമുല ഇല്ല കേട്ടോ. ഓക്കെയാണേ. നമ്മൾ അടുത്ത ദിവസമാണ് ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെയാണ്. അതിൻ്റെ പേരാണ് ഉത്പാദനമാണ് കേട്ടോ. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് അത് ഉത്പാദനം. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെ, ഇതൊരു ഖരം. ഇവിടെ നമ്മൾ ദ്രവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 അവസ്ഥകളാണ് പറയട്ടോ. 1 ദ്രാവകം, 3 വാതകം. ഓക്കെയാണേ. അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ ഖരത്തെ ചൂടാക്കിയാൽ മാത്രമേ ദ്രാവകമായിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഐസിനെ ചൂടാക്കുമ്പോഴാണ് എന്ത് ദ്രാവകമാകുന്നത്. അപ്പം ഖരം ചൂടാക്കുമ്പോൾ ഞാൻ ചൂടാക്കുന്ന ഹീറ്റ് കൊടുക്കുന്ന H+ എന്ന് എഴുതുന്നു. അപ്പം ഖരം ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ഏത്? ദ്രവീകരണം എന്ന് പറയും കേട്ടോ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് ഇനി വീണ്ടും ചോദിക്കും. ദ്രവീകരണം. അപ്പം ഖരം താപം സ്വീകരിച്ച് ദ്രാവകമാകുന്ന പ്രക്രിയ ദ്രവീകരണം. ഇതേ ദ്രാവകമുണ്ടല്ലോ, അവൻ വീണ്ടും താപം സ്വീകരിച്ച് വാതകമാവുകയാണ്. അപ്പോൾ വാതകം ബാഷ്പമല്ലേ, അതാണ് ബാഷ്പീകരണം കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം എന്ന് വിളിക്കും. ഓക്കെയാണേ. ഇനി വാതകത്തെ നമുക്ക് തണുപ്പിച്ചാലേ ദ്രാവകമാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? തണുപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഹീറ്റ് പുറന്തള്ളുന്നു എന്ന് കാണിക്കാൻ വേണ്ടി H- എന്നിട്ടേക്കുവാണ്. അപ്പം വാതകം തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സാന്ദ്രീകരണം. ഇതിലെ ഇംഗ്ലീഷ് വേർഡുകളുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മലയാളം പഠിച്ചു വെച്ചാൽ മതി. സാന്ദ്രീകരണം. ഇനി ഇതേ ദ്രാവകം എന്താണ്? താപം പുറത്തു വിട്ട് ഖരമായി മാറുകയാണ്. അപ്പം ഖരമാവുകയല്ലേ? അപ്പം ഖരമാവുന്നത് കൊണ്ട് ഖനീഭവിക്കൽ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഏതാണ്? ഖനീഭവിക്കൽ. അപ്പം 4 ഓക്കെയാണ്. അപ്പം ഖരം താപം സ്വീകരിച്ച് ദ്രാവകമാകുന്നു ദ്രവീകരണം. ദ്രാവകം താപം പുറത്തു വിട്ട് ഖരമാകുന്നു ഖനീഭവിക്കൽ. ഇതേ ദ്രാവകം എന്താണ്? താപം സ്വീകരിച്ചുകൊണ്ട് ബാഷ്പമായി മാറുന്നു അല്ലെങ്കിൽ വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഏത്? ബാഷ്പീകരണം. ഇതേ വാതകം എന്താണ്? താപം പുറത്ത് വിട്ടിട്ട് എന്താണ്? തിരിച്ച് ദ്രാവകമാവുകയാണ്. ആ പ്രക്രിയയാണ് ഏത്? സാന്ദ്രീകരണം. ഇനി ഈ പറയുന്ന ഖരമുണ്ടല്ലോ, ഖരം താപം സ്വീകരിച്ച് നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഏത്? നമ്മൾ ഈ പറഞ്ഞ ഉത്പാദനം. ഏതാണ്? ഉത്പാദനം. ഇനി ഇതേ പറയുന്ന വാതകമുണ്ടല്ലോ, വാതകം, അവൻ തണുത്ത് നേരിട്ട് ഖരമാകുകയാണ്. ഖരമായി കഴിഞ്ഞാൽ ഏത് പ്രക്രിയ? അത് ഖനീഭവിക്കലാണ് കേട്ടോ. അതേതാണ്? ഖനീഭവിക്കൽ. ഓക്കെയാണേ. ഇനി ഉത്പാദനത്തിൻ്റെ ഉദാഹരണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഉത്പാദനത്തിൻ്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈ ഐസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്നത്, അതായത് സോളിഡ് ഫോമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡ്രൈ ഐസ്. ഈ ഡ്രൈ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അവ നേരിട്ട് എന്താവും? വാതകമായിട്ട് മാറും കേട്ടോ. വാതകമായി മാറും. അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ കത്തിക്കുന്ന കണ്ടിട്ടുണ്ടോ? കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് കർപ്പൂരം എന്താണ്? നേരിട്ട് എന്താണ്? ഇല്ലാണ്ടായി പോവുകയാണ് അല്ലേ? വാതകമായിട്ട് പോകുന്നു. അതുപോലെ അയഡിൻ ഉണ്ടല്ലോ, അയഡിൻ ചൂടാക്കിയാലും അവ നേരിട്ട് എന്തായിട്ട് പോകുന്നു? വാതകമായിട്ട് പോകുന്നു. ഇനിയുണ്ടല്ലോടാ, ഇനി 4ാമത്തെ ദ്രവ്യാവസ്ഥയിലെ പ്ലാസ്മ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. പ്ലാസ്മ അവസ്ഥ 4ാമത്തെ ദ്രവ്യാവസ്ഥയാണ് പ്ലാസ്മ. വാതകത്തിന് അയോണീകരണം സംഭവിച്ചാണെന്ത്? പ്ലാസ്മ ഉണ്ടാവുന്നത് കേട്ടോ. അതായത് വാതകങ്ങൾക്ക് അയോണീകരണം സംഭവിച്ചാണ് ആരുണ്ടാവുന്നത്? പ്ലാസ്മ ഉണ്ടാവുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ വാതകങ്ങൾ എന്താണ്? ചാർജുള്ള അവസ്ഥയിലോട്ട് മാറുന്നു അല്ലേ? അപ്പം ചാർജുള്ള അവസ്ഥയിലോട്ട് മാറുമ്പോൾ ദ്രവ്യം എത്തപ്പെടുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ അവസ്ഥ. ഈ പ്ലാസ്മ അവസ്ഥയിൽ നിന്ന് നേരെ തിരിച്ച് വാതകമാകുന്നതാണ് പുനഃസംയോജനം നമ്മൾ പറയും കേട്ടോ. എന്ത് പറയും? പുനഃസംയോജനം. ഓക്കെ, പുനഃസംയോജനം. അപ്പം ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി ഇതിനകത്ത് കിടക്കുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം.
ഈ ഓപ്ഷൻസ് എല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. എന്താണ് സ്വേദനം? അപ്പോൾ എന്താണ് സ്വേദനം എന്ന് ചോദിച്ചാൽ നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് സ്വേദനം എന്ന് ചോദിച്ചാൽ നമ്മളൊരു മിശ്രിതം എടുക്കുകയാണ്. മിശ്രിതം. അപ്പോൾ എന്താണ് മിശ്രിതം എന്ന് പഠിച്ചു വെച്ചേക്കണം. രണ്ട് സംയുക്തങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മിശ്രിതം ഉണ്ടാകുന്നത് കേട്ടോ. മിശ്രിതങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? സംയുക്തങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മിശ്രിതം ഉണ്ടാകുന്നത് എല്ലായ്പ്പോഴും സംയുക്തങ്ങൾ കൂടിച്ചേർന്നാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് പറയുന്നൊരു സംയുക്തമാണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു സംയുക്തമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് പഞ്ചസാര ലായനി ഉണ്ടാകുന്നത്. പഞ്ചസാര ലായനി ഉണ്ടാകുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഒരു മിശ്രിതത്തിൽ രണ്ട് ഘടക പദാർത്ഥമുണ്ട്. അപ്പോൾ ഒരു മിശ്രിതം എടുത്തപ്പോൾ അതിലെത്ര? രണ്ട് ഘടക പദാർത്ഥമുണ്ട്. അതിൽ ഒരു ഘടക പദാർത്ഥത്തിന് ബാഷ്പീകരണശീലമുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് എന്തുകൊണ്ട്? ബാഷ്പീകരണശീലമുണ്ട്. അതായത് അവനെ ചൂടാക്കിയാൽ എന്തായിട്ട് മാറും? അവൻ ബാഷ്പമായിട്ട് മാറും. എന്നാൽ രണ്ടാമത്തവൻ എന്തില്ല? ബാഷ്പീകരണ സ്വഭാവമില്ല. ഓക്കെ. ഇവയെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. അപ്പോൾ ഒരു മിശ്രിതത്തിൽ രണ്ട് ഘടക പദാർത്ഥങ്ങളുണ്ട്. അതിലൊന്നിന് ബാഷ്പീകരണശീലമുണ്ട്, ഒന്നിന് ബാഷ്പീകരണശീലമില്ല. അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഇത് സ്വേദനം എന്ന മാർഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ ഈ കടൽ ജലമുണ്ടല്ലോ, കടൽ ജലത്തിൽ നിന്നും ഉപ്പിനെ വേർതിരിക്കുന്നു. ആരെ വേർതിരിക്കുന്നു? ഉപ്പിനെ വേർതിരിക്കുന്നു. ഇതിനുപയോഗിക്കുന്ന മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സ്വേദനമാണ് കേട്ടോ. ഏതാണ്? സ്വേദനം. അപ്പോൾ ഈ കടൽ ജലത്തിൽ ജലവും ഉണ്ട്, ഉപ്പും ഇല്ലേ? ഉപ്പിന് ബാഷ്പീകരണശീലം ഇല്ല, എന്നാൽ ജലത്തിന് ബാഷ്പീകരണശീലം ഉണ്ട്. അപ്പം ജലം എന്താണ്? ബാഷ്പമായിട്ട് പോകും. ഇനി കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാം എന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാരതീയ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാണക്യനെ നേരിട്ടുണ്ടല്ലോ. ചാണക്യൻ. ഈ ചാണക്യൻ്റെ മറ്റൊരു പേരാണ് ഏത്? വിഷ്ണുഗുപ്തൻ അല്ലേ. വിഷ്ണുഗുപ്തൻ. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്. ഓക്കെ. അതാണ് അർത്ഥശാസ്ത്രം. ഓക്കെയാണ്. ഏതാണ്? അർത്ഥശാസ്ത്രം. ഇദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൗടില്യൻ. ഓക്കെയാണ്. കൗടില്യൻ. അപ്പം നമ്മളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഈ പറയുന്ന കടൽ ജലത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ ഭാരതീയ കൃതി അതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് കേട്ടോ. ഇത് NCERT കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പം ഞാനിവിടെ പറഞ്ഞില്ലേ, സ്വേദനത്തിൻ്റെ ഒരു കേസ് പറഞ്ഞു. ഒരുത്തന് ബാഷ്പീകരണശീലമുണ്ട്, മറ്റൊരാൾക്ക് ബാഷ്പീകരണശീലം ഇല്ല. ഇനി സ്വേദനത്തിന് മറ്റൊരു ഡെഫിനിഷൻ കൂടെയുണ്ട്, അത് നോക്കാം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ ആദ്യത്തെ കേസ് പറഞ്ഞു ബാഷ്പീകരണശീലം ഉണ്ട്, ഇല്ല. ഇനി തമ്മിൽ കലരുന്ന രണ്ട് ദ്രാവകങ്ങൾ. ഓക്കെയാണ്. അപ്പം ഈ മിശ്രിതത്തിലെ രണ്ട് ഘടക പദാർത്ഥങ്ങൾ എന്ത് തന്നെയാണ്? ദ്രാവകങ്ങളാണ്. അപ്പോൾ ഒരു മിശ്രിതം അതിലെന്താണ്? പരസ്പരം കലർന്ന രണ്ട് ദ്രാവകങ്ങൾ. ഈ രണ്ട് ദ്രാവകങ്ങളും തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ട് എങ്കിൽ, ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമുണ്ട് എങ്കിൽ അവയെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ചോദിച്ചാൽ ഏത് തന്നെയാണ്? സ്വേദനമാണ് കേട്ടോ. അപ്പം തമ്മിൽ കലരുന്ന രണ്ട് ദ്രാവകങ്ങളിൽ തമ്മിൽ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ചോദിച്ചാൽ ഏതാണ്? അത് സ്വേദനമാണ്. സ്വേദനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നതാണ് കേട്ടോ. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം. അപ്പോൾ അസറ്റോണിൻ്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് 40-ലധികം ഡിഫറൻസ് വരത്തില്ലേ? 56 ആകുമ്പോഴത്തേക്ക് അസറ്റോൺ എന്താ തിളക്കി? ഒരു 60, 65, 70 ആകുമ്പോഴത്തേക്ക് അസറ്റോൺ പൂർണ്ണമായും എന്താണ്? തീരും. ഓക്കെ. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ജലം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവയെ തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ ഏത് ഉപയോഗിക്കാം? സ്വേദനം ഉപയോഗിക്കാം കേട്ടോ. സ്വേദനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ആംശിക സ്വേദനം. ഓക്കെയാണ്. ഏതാണ്? ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വേറൊന്നുമില്ലടാ. ഒരു മിശ്രിതത്തിലെ ഘടകങ്ങൾ തമ്മിൽ, ഓക്കെയാണ്, അപ്പം ഒരു മിശ്രിതത്തിലെ ഘടകങ്ങൾ തമ്മിൽ എന്താണ്? തിളനിലയിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ, തിളനിലയിൽ എന്താണ്? വലിയ വ്യത്യാസമില്ല എങ്കിൽ വ്യത്യാസമില്ല. ഓക്കെ. ഇവയെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഏത്? ആംശിക സ്വേദനം കേട്ടോ. ആംശിക സ്വേദനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എഥനോള് കേട്ടിട്ടുണ്ടല്ലോ. എഥനോള്, അതുപോലെ തന്നെ മെഥനോള്. ഓക്കെയാണ്. എഥനോളും മെഥനോളും കൃത്യമായും കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ചോദിക്കും കേട്ടോ. എഥനോള്. എഥനോളിൻ്റെ ഫോർമുല ചോദിച്ചാൽ C2H6O ആണ് കേട്ടോ. C2H6O. ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം? C2H5OH എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഈ പറയുന്ന മെഥനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ CH3OH ആണ് കേട്ടോ. CH3OH.
അവനെ നമുക്ക് വേണമെങ്കിൽ CH4O എന്ന് എഴുതാം, CH4O എന്ന് എഴുതാം. ഓക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന മെഥനോളും എഥനോളും, ഈ എഥനോളിൻ്റെ തിളനില ചോദിച്ചാൽ അത് 78 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. എഥനോളിൻ്റെ തിളനില 78 എന്നാൽ മെഥനോൾ ചോദിച്ചാൽ എത്രയാണടാ? അത് 65 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് മെഥനോളിൻ്റെ തിളനില. അപ്പോൾ മെഥനോളും എഥനോളും തമ്മിൽ കലർന്നു കഴിഞ്ഞാൽ ഇവയെ നമ്മൾ എന്താണ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ, ആ ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു നാഫ്ത എക്സെട്ര, ഓക്കെ, ഇത്രയൊക്കെ മതി എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കത്തില്ലേ? ഇവയെല്ലാം വേർതിരിച്ചെടുക്കുന്ന മാർഗ്ഗം ചോദിച്ചാലും ഏതാണ്? അതും അംശിക സ്വേദനമാണ് കേട്ടോ, അംശിക സ്വേദനം. ഇനി അടുത്തതാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഒരു ദ്രാവക മിശ്രിതത്തിൽ അലേയങ്ങളായ ഘടകങ്ങളുണ്ടെങ്കിൽ, ഓക്കെയാണ്, നമുക്ക് ചിലപ്പോൾ കണ്ണി പോലും കാണാൻ പറ്റത്തില്ല, പക്ഷേ എന്താണ്, ഇവ തമ്മിൽ പരസ്പരം എന്താണ് കൂടിക്കലർന്നിട്ടില്ല കേട്ടാ. ഇതാണ് ഒരു ദ്രാവക മിശ്രിതത്തിൽ അലേയങ്ങളായ ഘടകങ്ങളെ, ഓക്കെയാണ്, അലേയങ്ങളായ ഘടകങ്ങളെ അല്ലെങ്കിൽ ഘടക കണികകളെ തമ്മിൽ നമ്മൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. അവയെ നമ്മൾ വേർതിരിക്കുന്നത് അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. ഈ മാർഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ് കേട്ടോ. ഏതാണ്? സെൻട്രിഫ്യൂജ്. അപ്പം നമ്മൾ ഈ സെൻട്രിഫ്യൂഗേഷൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഏത്? നമ്മുടെ രക്തസാമ്പിൾ ഉണ്ടല്ലോ, രക്തസാമ്പിൾ. അപ്പോൾ രക്തം എടുത്തിട്ട് നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ, ലബോറട്ടറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ രക്തമൊക്കെ കൊടുക്കുമല്ലേ. അപ്പോൾ രക്തത്തിൽ നിന്നും രക്തകോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ചോദിച്ചാൽ അത് സെൻട്രിഫ്യൂഗേഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോർമലി പഠിച്ചു വെച്ചേക്കണം, തൈരുണ്ടല്ലോ, തൈരിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗവും സെൻട്രിഫ്യൂഗേഷൻ ആണ് കേട്ടോ, സെൻട്രിഫ്യൂഗേഷൻ. ഇനി അടുത്തത് ചാലനമല്ലേ കിടക്കുന്നത്. ചാലനം ഒന്നും വേറെ ഒന്നുമില്ലടാ, ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? ചാലനം. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണെന്ത്? ചാലനം കേട്ടാ. അവിടെ എന്താണ്? തന്മാത്രകളുടെ കമ്പനം മൂലമാണെന്ത് താപം പ്രേഷണം ചെയ്യുന്നത്? തന്മാത്രകളുടെ കമ്പനം മൂലം. ഓക്കെയാണേ. ഇനി ചാലനം പഠിക്കുന്ന സ്ഥിതിക്ക് സംവഹനം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുടെ ചലനം മൂലം എന്താണ് താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. തന്മാത്രകളുടെ ചലനം മൂലം താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. നമ്മുടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമൊക്കെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം കേട്ടോ, സംവഹനം. ഇനി വികിരണമുണ്ട്. വികിരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, ഈ പറഞ്ഞ ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? വികിരണം എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും, അതായത് സൂര്യനിൽ നിന്നും ഏതാണ് താപം ഭൂമിയിലോട്ടെത്തുന്ന മാർഗം ഏതാണ്? അത് വികിരണമാണ്. അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു ലൈറ്റിൻ്റെയൊക്കെ ചുവട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് നേരം കഴിയുമ്പോൾ തലയിലൊരു ചൂടൊക്കെ അനുഭവപ്പെടും അല്ലേ. ഇതിന് കാരണം ചോദിച്ചാലും ഇതാണ് വികിരണമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ മുട്ട വിരിയിക്കത്തില്ലേ, മുട്ട ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാണ്? അതും വികിരണം ഉപയോഗിച്ചാണ് കേട്ടോ, വികിരണം. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. അപ്പം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി, അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ മലയാളമാണ് എന്ത്? ലഘു സൂക്ഷ്മദർശിനി. ഇതിൻ്റെ കോണീയ ആവർത്തനം അഥവാ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പം മാഗ്നിഫിക്കേഷൻ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഏത്? എം. അപ്പം ഇതിൻ്റെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1+d/f ആണ്. ഓക്കെ, d/f. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ഏതാണ്? ഫോക്കൽ ലെങ്ത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയർ പോയിൻ്റ് ആണ്. ഏത്? ഡി എന്ന് പറയുന്നത് കേട്ടോ. ഡി മീൻസ് നമ്മുടെ നിയർ പോയിൻ്റ്. അപ്പം മനുഷ്യന് വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്ന ഏറ്റവും ചെറിയ അകലത്തിലല്ലേ നമ്മുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നിയർ പോയിൻ്റ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ m = 1+25/5. ഇതും വെട്ടി പോകുമ്പോൾ ഇവിടെ 5 എന്ന് ഒരിടത്തില്ലേ. അപ്പോൾ 1+5 = എത്ര?
ആറാണ് ഉത്തരം. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതിന് മാഗ്നിഫിക്കേഷൻ എന്തില്ല, യൂണിറ്റ് ഇല്ല കേട്ടോ. മാഗ്നിഫിക്കേഷൻ എന്തില്ല, യൂണിറ്റ് ഇല്ല. അപ്പം നമ്മളടുത്ത് പരീക്ഷയ്ക്ക് വേറെ മാഗ്നിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മളടുത്ത് 10th ലെവലും +2 ലെവലിലൊന്നും ചോദിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈ LP UP പരീക്ഷകൾക്കൊക്കെയാണ് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് എന്ത് ചെയ്തത്, നമുക്ക് നമ്മുടെ +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചത്. അപ്പം 10th പ്രിലിംസിന് വേണമെങ്കിൽ എന്താണ് ചോദിച്ചുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്താലും ആയി. നമ്മുടെ ദർപ്പണം ഉണ്ടല്ലോ, ദർപ്പണത്തിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് -v/u ആണ്. ഓക്കെ, -v/u. -v/u. v മീൻസ് പ്രതിബിംബത്തിലേക്കുള്ള അകലം. v എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് ഇത് v. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വസ്തുവിലേക്കുള്ള അകലം കേട്ടോ, വസ്തുവിലേക്കുള്ള അകലം. ഇതിൻ്റെ കണക്കൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയൊക്കെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് എന്താണ് എക്സാമ്പിളെങ്കിലും എന്താണ് മീൻസ് ഇക്വേഷനെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുവാണ് കേട്ടോ. അതുപോലെ ലെൻസ് ഉണ്ടല്ലോ, നമ്മൾ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ m സമം അത് +v/u ആണ് കേട്ടോ. ഇവിടെ ലെൻസിൻ്റെ കേസിൽ എന്താണ് v/uവും ദർപ്പണത്തിൻ്റെ കേസിൽ -v/u ആണ് കേട്ടോ, -v/u. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, LPGയുടെ UN നമ്പർ ഇത് നമ്മളിപ്പോൾ ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. ഇൻ കേസ് എന്താണ് നമുക്ക് ഇന്ധനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഏതിലുണ്ട്, ഫിസിക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഫിസിക്സ് റിലേറ്റ് ചെയ്ത് ഈ ചോദ്യം ചോദിച്ചാലും ആയിനി. അപ്പോൾ LPGയുടെ UN നമ്പർ, അതായത് ആഗോളതലത്തിൽ എന്താണ് ഇന്ധനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നമ്പറാണ് കേട്ടോ. ആ UN നമ്പർ, LPGയുടെ UN നമ്പർ ചോദിച്ചാൽ അത് 1075 ആണ് കേട്ടോ. LPGയുടെ UN നമ്പർ ചോദിച്ചാൽ ഏതാണ്, 1075. LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. LPGയുടെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എന്ത് ഈ പറയുന്ന ആരുടെ LPGയുടെ ഫുൾ ഫോം. ഓക്കെയാണേ. ഈ LPG നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെട്രോളിയം ഉണ്ടല്ലോ, പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തി, നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ് അംശിക സ്വേദനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാതകമാണ് ഏത്, ഈ പറഞ്ഞ പെട്രോളിയം ഗ്യാസ് കേട്ടോ, പെട്രോളിയം ഗ്യാസ്. ഇതിനെ നമ്മൾ ദ്രവീകരിപ്പിച്ചെടുക്കുന്നതാണ് ഏത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇതാണ് നമ്മൾ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെയാണേ. അപ്പോൾ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്ന് ചോദിച്ചാൽ അത് LPG ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദിക്കാം LPGക്ക് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ LPGക്ക് എന്തില്ല, നിറമില്ല കേട്ടോ. നിറമും ഇല്ല, മണവും ആർക്കില്ല, LPGക്ക് ഇല്ല. അപ്പോൾ നമ്മൾ ഗാർഹിക LPGയിൽ വാതക ചോർച്ച, അപ്പോൾ വാതക ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇതെന്താണ് പെട്ടെന്ന് എന്താണ് ചോർച്ച നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വാതക ചോർച്ച വന്നാൽ ഓക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇതിൽ ചേർക്കുന്ന ഘടകമാണ് ഏത്, അതാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ കേട്ടോ. എന്താണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. നമ്മുടെയൊക്കെ വീട്ടിലെ ഗ്യാസൊക്കെ തുറക്കുമ്പോൾ ഒരു ചെറിയ നാറ്റം വരും അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഇനി LPGയിലെ മുഖ്യ ഘടകം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്യൂട്ടെയിൻ. ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെഴുതണോടാ, ബ്യൂട്ടെയിൻ എഴുതണം. ഓക്കെയാണേ. ഇനി ഇമ്പോർട്ടൻ്റ് സാധനമാണ്, ഓക്കെ അത് പഠിച്ചു വെച്ചേക്കണം. ഈ ബ്യൂട്ടെയിൻ മാത്രമല്ലടാ LPGയിലെ ഘടകങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പ്രൊപ്പേൻ എന്ന് കേട്ടിട്ടുണ്ടോ, പ്രൊപ്പേൻ, അതുപോലെ പ്രൊപ്പിലീൻ, അതുപോലെ തന്നെ ബ്യൂട്ടിലീൻ. ഓക്കെ, ബ്യൂട്ടെയിനും ബ്യൂട്ടിലീനും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 എണ്ണം ഉണ്ടല്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്കുള്ള ടോപ്പിക്കിലില്ല വലുതായിട്ട്, അതുകൊണ്ടാണ് നമുക്കുള്ള സിലബസിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പല സാർമാരും പഠിപ്പിക്കാത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രൊപ്പേൻ, പ്രൊപ്പിലീൻ, ബ്യൂട്ടിലീൻ ഇതാണ് LPGയിലെ ഘടകങ്ങൾ. ഇതിൽ പ്രധാന ഘടകമെന്ന് നമ്മൾ അറിയപ്പെടുന്നത് ആരാണ്, അത് ബ്യൂട്ടെയിൻ. 1 വേടി ചോദിച്ചാൽ ഇത് എഴുതി വയ്ക്കാവുള്ളൂ, ഇത് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചോണം, ശരി എന്ന് എഴുതി വെച്ചോണം. ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഈ പറയുന്ന LPG ഗ്യാസിനെയാണ് നമ്മൾ പാചകവാതകം, ഒറ്റ വാക്കിൽ എന്താണ് പാചകവാതകം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് LPG ആണ് ഇത് പാചകവാതകം എന്നറിയപ്പെടുന്നത്. ഇനി LPG ഉണ്ടല്ലോ, LPGയുടെ കലോറിക മൂല്യം എത്രയെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടാ. LPGയുടെ കലോറിക മൂല്യം ചോദിച്ചു കഴിഞ്ഞാൽ കലോറിക മൂല്യം അത് 5500 kJ/kg ആണെന്ത് LPGയുടെ കലോറിക മൂല്യം.
അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഉണ്ടല്ലോ, ഈ LPG ഗ്യാസ് അതിൽ നിന്നുള്ള എത്ര ശതമാനം നമ്മുടെ വായുവിൽ കലർന്നാലാണ് നമുക്ക് മണം അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് 3% മാത്രമേ ഉള്ളൂ കേട്ടോ. 3% വായുവിൽ കലർന്നാൽ എന്താണ് നമുക്ക് മണം അറിയാം. എന്നാൽ തീപിടുത്തത്തിന് എത്ര ശതമാനം വായുവിൽ കലരണമെന്ന് ചോദിച്ചാൽ 2% മതി കേട്ടോ. അതായത് നമ്മൾ മണം അറിയുന്നതിന് മുമ്പ് എന്താണ് തീ പിടിക്കുമെന്ന് സാരം. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മണം അറിയാൻ വേണ്ടി എത്ര, മിനിമം 3% ലയിക്കണം. തീപിടുത്തം ഉണ്ടാവാൻ എത്ര മതിയടാ, 2% മതി. ഇനി LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ പൊട്ടിത്തെറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലെവി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താണ് വിളിക്കുന്നത്, ബ്ലെവി. അപ്പം പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ചൂടാവുമ്പോഴാണ് അല്ലേ. അപ്പം B മീൻസ് ബോയിലിംഗ്, ഓക്കെയാണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡായിട്ടല്ലേ ഇവൻ ഇരിക്കുന്നത്. അപ്പം എന്താ ഇവിടെ ലിക്വിഡ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചൂടാവുമ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, വേപ്പറാവും അല്ലേ. വേപ്പറാവുമ്പോൾ അവ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, വേപ്പറായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അതാണ് ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ, ബ്ലെവി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, PQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കണം. ഓക്കെയാണേ. ഇനി നമ്മൾ എന്താണ് ഈ പറയുന്ന ഇന്ധനങ്ങളിൽ LPG അല്ലാതെ നമ്മളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ഇൻ കേസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ UN നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1203 കേട്ടോ. പെട്രോളിൻ്റെ UN നമ്പർ ചോദിച്ചാൽ എത്ര, 1203. അതുപോലെ ഡീസൽ ഉണ്ടല്ലോടാ, ഡീസലിൻ്റെ UN നമ്പർ നമ്മുടെ ചോദിച്ചാൽ അത് 1202 കേട്ടോ. പെട്രോൾ 1203, ഡീസൽ 1202. ഓക്കെ. അപ്പോൾ LPG ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടല്ലേ, CNG, അതുപോലെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, LNG. രണ്ടിലെയും പ്രധാന ഘടകം ചോദിച്ചാൽ മീഥെയിൻ ആണ് കേട്ടോ. രണ്ടിലെയും പ്രധാന ഘടകം ചോദിച്ചാൽ ഏതാണ്, മീഥെയിൻ ആണ് എന്ത് പ്രധാന ഘടകം. ഈ CNGയുടെ ഈ പറയുന്ന UN നമ്പർ ചോദിച്ചാൽ അത് 1971 പഠിച്ചാൽ മതി കേട്ടോ. LNG ചോദിച്ചാൽ അത് 1972. ഓക്കെയാണേ.